5 കാര്യങ്ങൾ പരിഗണിച്ചു മാത്രമേ വിഴിഞ്ഞത്ത് എന്തു നീക്കവും ഉണ്ടാകൂവെന്ന് നിയമസഭയ്ക്ക് മുഖ്യമന്ത്രിയുടെ ഉറപ്പ്. 1 ദേശീയ സുരക്ഷയാണ്, 2 പൊതുതാൽപര്യം, 3 നല്ല മത്സര സാധ്യത ഉറപ്പുവരുത്തും, 4 നിക്ഷേപങ്ങൾ പ്രോത്സാഹിപ്പിക്കും, ദീർഘവീക്ഷണത്തോടെ വികസനങ്ങൾ നടപ്പാക്കണമെന്ന സമീപനവും ഇതിനകത്ത് ഉണ്ടാകുമെന്നാണ് മുഖ്യമന്ത്രി നിയമസഭയെ അറിയിച്ചത്. വിജിൻ വായന്തോട് വിവരങ്ങളുമായി. വിജിൻ, അപ്പോൾ വിദേശ നിക്ഷേപത്തിന്റെ കാര്യത്തിൽ സർക്കാർ അത് നൽകുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത തരാതെ വേറെ ചില വഴിക്ക് അതിന് മറുപടി പറയുകയാണോ? തീർച്ചയായും. അതായത് പ്രതിപക്ഷ നേതാവാണ് ഇക്കാര്യത്തിൽ സബ്മിഷനായി ഈ വിഷയം ഉയർത്തിയത്. അദാനി ഗ്രൂപ്പിന്റെ 49% ഓഹരി MSC കമ്പനിക്ക് വിൽക്കാനുള്ള നീക്കം നടക്കുന്നു, അതിൽ ആശങ്കയുണ്ട് എന്നുള്ളതായിരുന്നു പ്രതിപക്ഷ നേതാവ് സബ്മിഷൻ ഉന്നയിച്ചുകൊണ്ട് പറഞ്ഞത്. അതിൽ മുഖ്യമന്ത്രി തന്നെ നേരത്തെ വ്യക്തത വരുത്തിയത് കൊണ്ട് അക്കാര്യത്തിൽ സർക്കാരിന് ഇക്കാര്യം അറിയില്ല എന്ന് വ്യക്തമായിട്ടുണ്ട്. എങ്കിലും രാജ്യസുരക്ഷ ഉൾപ്പെടെ ബാധിക്കുന്ന വിഷയമാണ് ഈ ഓഹരി വിൽപ്പനയുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. നേരത്തെ തന്നെ വിഴിഞ്ഞം പഹൽഗാം ഭീകരാക്രമണ സമയത്ത് പോലും വലിയ തരത്തിലുള്ള സുരക്ഷ ഒരുക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. രാജ്യസുരക്ഷയിൽ ഒരു പ്രധാന സ്ഥലമാണ് അത് വിഴിഞ്ഞം തുറമുഖം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ രാജ്യസുരക്ഷയും പൊതുതാൽപര്യവും എല്ലാം സംരക്ഷിച്ചു ഉള്ള തീരുമാനം വേണം എന്നുള്ളതായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ ആവശ്യം. അതിലാണ് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞത്. 5 കാര്യങ്ങൾ സംരക്ഷിച്ച് മാത്രമേ ഇക്കാര്യത്തിൽ സർക്കാർ ഒരു തീരുമാനത്തിലേക്ക് പോകൂ. അത് ദേശീയ സുരക്ഷ ഉറപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്. മറ്റൊന്ന് പൊതുതാൽപര്യം സംരക്ഷിക്കും, നല്ല മത്സര സാധ്യത, ഏതെങ്കിലും തരത്തിൽ MSC കമ്പനിയുടെ കുത്തകവൽക്കരണത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകില്ല, അത്തരം നീക്കം സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകില്ല എന്നുള്ളതാണ് നേരത്തെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. MSC കമ്പനിക്ക് മാത്രമായ ഒരു കുത്തക ഉണ്ടായാൽ അവൻ ഒരു ആഗോള ഷിപ്പിംഗ് കമ്പനിയാണ്. ഒപ്പം തന്നെ അതുവഴിയാണ് ചരക്ക് ഗതാഗതം കൂടുതലും നടക്കുന്നത് ഈ ഷിപ്പിംഗ് കമ്പനി വഴിയാണ്. അതുകൊണ്ട് തന്നെ അതിലൊരു കുത്തകയുണ്ടായാൽ അത് വലിയ തരത്തിലുള്ള തിരിച്ചടി വിഴിഞ്ഞം തുറമുഖത്തിന് ഉണ്ടാക്കും എന്നുള്ളതായിരുന്നു പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടിയത്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി അക്കാര്യത്തിലുള്ള ആശങ്കയും അക്കാര്യത്തിലുള്ള തീരുമാനം കൈക്കൊള്ളുമ്പോൾ ഏത് നിലയിലാണ് കൈക്കൊള്ളുക എന്നുള്ളതിന്റെ സൂചനയാണ് നൽകിയത്. നല്ല മത്സര സാധ്യത ഉറപ്പുവരുത്തിയായിരിക്കും ആ തീരുമാനം കൈക്കൊള്ളുക. നിക്ഷേപങ്ങൾ പ്രോത്സാഹിപ്പിക്കും, ദീർഘവീക്ഷണത്തോടെ കേരളത്തിന്റെ വികസനം നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് മാത്രമേ ഇക്കാര്യത്തിൽ തീരുമാനം കൈക്കൊള്ളൂ എന്നുള്ളതാണ്. എന്തായാലും ഇക്കാര്യത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെയും ഷിപ്പിംഗ് മന്ത്രാലയത്തിന്റെയും ഉൾപ്പെടെയുള്ളവ അവരുടെ അനുമതി ലഭിച്ചാൽ മാത്രമേ ഇത്തരത്തിലൊരു നീക്കം നടത്താൻ കഴിയൂ. ഒപ്പം തന്നെ സംസ്ഥാന സർക്കാരിനെ അറിയിക്കാതെ ഇങ്ങനെ ഓഹരി വിൽക്കാൻ കഴിയില്ല എന്ന കാര്യവും മുഖ്യമന്ത്രി സഭയെ അറിയിച്ചു. എന്നാലും ഒരുപക്ഷെ വിജിൻ, ഇതിനകത്തൊരു കാര്യമുണ്ട്. ഒന്നാമത് സംസ്ഥാനത്തിന്റെ വികസനത്തിന് സ്വകാര്യ പങ്കാളിത്തം, നിക്ഷേപം പോലെയുള്ള സംഗതികൾ വേണമെന്ന ആശയത്തിൽ പ്രവർത്തിക്കുന്ന സർക്കാരാണ് ഈ സർക്കാർ. ഞങ്ങൾക്ക് ആ കാര്യത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ നയമല്ല എന്ന് തുറന്നു പറഞ്ഞ സർക്കാരാണ് ഈ സർക്കാർ. അപ്പോൾ ഇന്നിപ്പോൾ സംസ്ഥാനത്തിന്റെ പൊതുവായ താല്പര്യം, വികസനം പോലെയുള്ള സംഗതികളൊക്കെ പറഞ്ഞുകൊണ്ട് ഇനിയിപ്പോൾ അദാനി ഗ്രൂപ്പിന് ആ പോർട്ട് റൺ ചെയ്യാൻ അത് വിൽക്കണം എന്നാണെങ്കിൽ അത് വിറ്റോട്ടെ എന്ന ഒരു സംഗതി പറയാതെ പറയുന്നുണ്ടോ സർക്കാർ? സ്വകാര്യ നിക്ഷേപം വേണം, കൂടുതൽ കമ്പനികൾ എത്തണം, കൂടുതൽ ശക്തമായ നിലയിൽ വിഴിഞ്ഞം പോർട്ടുമായി ബന്ധപ്പെട്ട വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. അതിൽ ഒന്നും ഒരു തരത്തിലുള്ള തർക്കവുമില്ല എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ഇക്കാര്യത്തിൽ അദാനി ഗ്രൂപ്പ് എടുക്കുന്ന നിലപാടിനൊപ്പം നിൽക്കുമോ അല്ലെങ്കിൽ അതിൽ നിന്ന് സർക്കാർ ഏതെങ്കിലും തരത്തിൽ എതിർപ്പറിയിക്കുമോ എന്ന കാര്യത്തിൽ ഉള്ള വ്യക്തത എന്തായാലും ഇല്ല. പക്ഷേ വ്യക്തത സർക്കാർ തരേണ്ടതുണ്ട്. വിജിൻ വായന്തോടാണ് നിയമസഭയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.